ദാസേട്ടൻ എന്നെ ചതിക്കില്ല എന്ന് എനിക്കറിയാം. എനിക്കൊരു പരാതിയില്ല ദാസേട്ടനോട്. അത്രയ്ക്ക് വലുതാ ഈ തൃച്ചംബരത്തോടുള്ള ദാസേട്ടന്റെ കൂറും വിശ്വാസവും. ഞാൻ ഇത്ര നാളും ആരാണ് എന്നോട് ചതിയും ദ്രോഹവും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കരുതിയോ? ആ വിലാസിനിയായി എന്നോട് നേരും നെറിയും കാട്ടിയവളെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ബാക്കി എല്ലാവരും എന്നെ ചതിക്കായിരുന്നു. ആ നിങ്ങളോട് ഒരിക്കലും എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. എനിക്ക് തിരിച്ചറിവ് വന്ന കാലം മുതൽ ഇന്നും നഷ്ടപ്പെട്ടു പോയ അമ്മയെ തിരിച്ചു കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാൻ പലപ്പോഴും കൊതിച്ചിട്ടുണ്ട്. അമ്മയില്ലാത്ത ദുഃഖം അല്പം പോലും അറിയിക്കാതെ എൻ്റെ ചേച്ചി എന്നെ വളർത്തിയത്. അമ്മയ്ക്കറിയാലോ, ഒരുപാട് ഇഷ്ടാ എനിക്ക് എൻ്റെ ചേച്ചിയെ. ചേച്ചി വലിയ നിലയിൽ ജീവിക്കണമെന്ന് എൻ്റെ മോഹമായിരുന്നു. ഇപ്പോ ആ ആഗ്രഹം ദൈവങ്ങൾ നടത്തി തന്നു. രഹസ്യമായി വച്ചിരുന്ന വലിയവിൻ്റെ ചേച്ചിയുടെയും കല്യാണം തൃച്ചംബരത്ത് അഖിലാമ്മയുടെ അറിഞ്ഞു. അമ്മയ്ക്കറിയാലോ, ചേച്ചി ഇപ്പോ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതാ. എനിക്ക് ഒരേ ഒരു ആഗ്രഹമുള്ളൂ അമ്മ, തൃച്ചംബരത്ത് അഖിലാമ്മയുടെ ചേച്ചിയെ മരുമകളായി സ്വീകരിക്കണം. എൻ്റെ അമ്മ ഇതെനിക്കൊന്ന് സാധിച്ചു തരണം. അതിനു വേണ്ടി അമ്മ അവരൊക്കെ ഇറങ്ങും മുമ്പ് ഞാൻ അമ്മയുടെ അടുത്തേക്ക് വന്നത്. ഞാൻ അങ്ങനെയൊന്നും അമ്മയോട് ചോദിച്ചിട്ടില്ലല്ലോ അമ്മ. ഇതെങ്കിലും എനിക്ക് നടത്തി തരണം. അവര് വന്നു. ഇറങ്ങാം. വാ. അച്ഛാ, നന്ദന, നിലവിള കിടക്ക്. ഇങ്ങേരിത് എന്തിനുള്ള പുറപ്പാടാ? ശരി അങ്കിൾ.
ശിവരാമേട്ടൻ എന്റെ പിടിക്കുക കല്യാണി. വാങ്ങിക്കുക കല്യാണി. കേറ്. നിർത്ത്, നിർത്ത്, നിർത്ത്. ഒരിക്കലും ഇതുപോലെ വന്ന് നിൽക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. ഈ വീട് എനിക്ക് ക്ഷേത്രമായിരുന്നു, മേഡം എനിക്ക് ദൈവവും. അതുപോലെ ദൈവമായി കണ്ടതാ ഞാൻ എന്റെ വല്യകുഞ്ഞിനെ. വല്യകുഞ്ഞിനോടുള്ള എന്റെ ഭക്തിയും സ്നേഹവും ഒക്കെ എങ്ങനെ പ്രണയമായി മാറിയെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അവനവന്റെ അർഹതയ്ക്കനുസരിച്ച് മോഹിക്കാൻ പാടുള്ളൂ. അതറിയാവുന്നതുകൊണ്ട് വല്യകുഞ്ഞിനോടുള്ള സ്നേഹം ഉള്ളിലൊതുക്കി എവിടെയെങ്കിലും പോയി ഈ ജന്മം ജീവിച്ചു തീർക്കാനാ ഞാൻ തീരുമാനിച്ചത്. ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞാൻ കരുതിയതല്ല മാഡം. അമ്മയ്ക്ക് കല്യാണി എങ്ങനെ ഇഷ്ടമായിരുന്നോ അതുപോലെ തന്നെയായിരുന്നു എനിക്ക് കല്യാണിയോടുള്ള സ്നേഹം. പക്ഷെ ഞാൻ പോലും അറിയാതെ എനിക്ക് കല്യാണിയോട് പ്രണയമാണെന്ന് തെളിയിച്ചത് ദൈവങ്ങളായിരുന്നു. മതി. പണ്ട് നീ എന്റെ വയറ്റിൽ കിടന്ന കാലത്ത് നീ എന്റെ വയറ്റിൽ കിടന്ന് എന്നെ ചവിട്ടുമായിരുന്നു. അന്ന് നിന്റെ ചവിട്ടേൽക്കുമ്പോഴുള്ള വേദന സന്തോഷത്തോടെ ആസ്വദിക്കുമായിരുന്നു ഈ അമ്മ. പക്ഷേ ഇപ്പോ നീ അമ്മയുടെ നെഞ്ചത്ത് പുറംകാല് കൊണ്ട് ചവിട്ടി.
വേദന സഹിക്കാൻ പറ്റുന്നില്ല. നീ എന്റെ മകനല്ലെന്ന് ഇന്നലെ ഞാൻ വാക്കാൽ പറഞ്ഞിരുന്നു എന്ന് വെച്ച് നിന്നെ അങ്ങ് ഉപേക്ഷിക്കാനൊന്നും എനിക്ക് പറ്റില്ലല്ലോ. ഏതൊരമ്മയ്ക്കും സ്വന്തം സന്തോഷത്തേക്കാൾ വലുതാ മക്കളുടെ സന്തോഷം. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയായ ഞാനിപ്പോ നിന്നെ ഇറക്കി വിടുകയാ വേണ്ടത്. മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ അഭിമാനം കൈവിടാത്ത തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയാണെങ്കിലും ഞാനൊരു അമ്മയല്ലേ. ഈ അമ്മയ്ക്ക് നിന്നോട് എങ്ങനെ ഇറങ്ങിപ്പോവാൻ പറയാൻ പറ്റും? ഈ നിൽക്കുന്ന അടുക്കളക്കാരി പെണ്ണിനെ നീ കെട്ടിയെന്ന് വെച്ച് ഞാനും നീയും തമ്മിലുള്ള അമ്മ മകൻ ബന്ധം അസ്തമിച്ചൊന്നും പോവില്ലല്ലോ. എന്നുവെച്ച് ഞാനിവളെ ഒരിക്കലും എന്റെ മരുമകളായിട്ട് അംഗീകരിക്കാൻ പോകുന്നില്ല. മാഡം, എന്നോട് ക്ഷമിക്കണം. ഇത് ഞാൻ പ്രതീക്ഷ തന്നെയാണ് അച്ഛാ. ഒരമ്മയുടെ മനസ്സിന്റെ സങ്കടം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ മനസ്സൊന്നടങ്ങുമ്പോൾ അമ്മയെല്ലാം അംഗീകരിക്കും. കല്യാണിയെ ഒരിക്കലും മരുമകളായി അംഗീകരിക്കില്ലെന്ന് പറയുന്ന അമ്മ തന്നെ കല്യാണിയെ മൂത്ത മരുമകളായി അംഗീകരിക്കും. നീ വാ കല്യാണി.
ഇരിക്കല്ലേണി. കല്യാണി, ദേ ഇനി മുതൽ നീ തൃച്ചംബരത്തെ ജോലിക്കാരിയല്ല, ഈ തറവാട്ടിലെ മൂത്ത മരുമകള്. നിന്റെ വീടാ ഇത്. ഞാൻ കെട്ടിയ ഈ താലി ഇനി ആരും കാണാതെ ഒളിച്ചു വെച്ച് നടക്കേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഇനി ഈ കണ്ണ് നിറയരുത്. ഒരുപാട് നാൾ ഞാൻ ആഗ്രഹിച്ചതാ ഇങ്ങനെയൊരു ദിവസത്തിന് വേണ്ടി, ഇങ്ങനെയൊരു നിമിഷത്തിന് വേണ്ടി. സത്യം പറയല്ലോ കല്യാണി, മനസ്സിലെ ഏതോ വലിയൊരു ഭാരം ഒഴിഞ്ഞു പോയതുപോലെ, ശ്വാസം പോലും നോർമലായതുപോലെ. എന്താ കല്യാണി ഇത്? നീ വീണ്ടും കരയാണോ? ഈ കണ്ണീര് സന്തോഷം കൊണ്ടാണോ അതോ സങ്കടം കൊണ്ടാണോ എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അമ്മ പറഞ്ഞതോർത്താണ് ഈ കണ്ണുനീരെങ്കിൽ അത് വേണ്ട. അതെന്റെ പ്രശ്നമാ, ഞാനത് പരിഹരിച്ചോളാം. ഇനി എപ്പോഴും ചിരിക്കുന്ന മുഖം മാത്രം മതി നിനക്ക്. കാരണം നീ വെറും കല്യാണിയല്ല, കല്യാണി ആനന്ദകൃഷ്ണനാണ്. ഞാൻ എന്തു ഭാഗ്യവതിയവല്ലേ. ഈ സ്നേഹം ഞാൻ നഷ്ടപ്പെടുത്തിയിരുന്നെങ്കിൽ അത് ഈ ജന്മത്തിലെ എന്റെ ഏറ്റവും വലിയ നഷ്ടമായി പോയനെ. എന്റെയും കല്യാണി. ഈ മുഖത്ത് എനിക്കെന്നും ആ ചിരി കാണണം, ആരും കൊതിക്കുന്ന ചെമ്പരത്തി ചേലുള്ള ചിരി. പിന്നെന്തേ എന്നുള്ളം പാടുന്നിതാ, പിന്നെന്തേ കേൾക്കാനായി കാതോർത്തു ഞാൻ, പറയാതെ ഓരോ വാക്കും മനമറിയേ, പകലാകെ ഇരവാകെ നീ മിഴിനിറയേ, എന്നിട്ടും പിന്നെന്തേ എന്നുള്ളം പാടുന്നിതാ, പിന്നെന്തേ കേൾക്കാനായി കാതോർത്തു ഞാൻ. അച്ഛാ, വലിയും ചേച്ചിയും തൃശ്ശൂരത്തേക്ക് വന്നോ അച്ഛാ? അച്ഛാ, അഖില മേഡം ചേച്ചി തൃശ്ശൂരത്തേക്ക് കയറ്റിയോ അച്ഛാ? ഇല്ല, അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ അഖില മേഡത്തിന്റെ നല്ല മനസ്സുകൊണ്ട് നിന്റെ ചേച്ചിയെ തൃച്ചംബരത്ത് നിന്ന് ഇറക്കി വിട്ടില്ല.
ഞാൻ എൻ്റെ അമ്മയോടും എനിക്കറിയാവുന്ന ദൈവങ്ങളോടും ഒക്കെ മനസ്സുരുകി പ്രാർത്ഥിച്ചതാ. അഖില മേഡത്തിന്റെ മനസ്സിൽ ചേച്ചിയുടെ ഇഷ്ടം കാണും, അല്ലെങ്കിൽ ചേച്ചി അഖില മേഡം ഇറക്കി വിടില്ലായിരുന്നു അച്ഛാ. അച്ഛാ, ചേച്ചിയെ അഖില മേഡം മരുമകളെ അംഗീകരിക്കും അച്ഛാ? അംഗീകരിക്കും. ആനി അമ്പാരിയുള്ള തറവാട്ടിലല്ലേ നിന്റെ ചേച്ചി തൃച്ചംബരത്തെ മൂത്ത മരുമകളാകാൻ. അഖില മേഡത്തിന്റെ മനസ്സ് പടയുന്ന കണ്ടപ്പോ നിന്റെ ചേച്ചി ആ ആശുപത്രി കിടക്കെ കിടന്ന് ചത്താ മതിയെന്ന് എനിക്ക് തോന്നിയതാ. അച്ഛാ, എന്താടാ എന്റെ കൺവട്ടത്തുനിന്ന് പോ. മക്കളാണത്രേ, ഒരൊറ്റ ഒരെണ്ണത്തിന് നീ കണ്ട. സന്തോഷായോ നിനക്ക്? നീ ആഗ്രഹിച്ച പോലെ നിന്റെ മോളിപ്പോ കൊട്ടാരത്തിലാ വാഴാൻ പോകുന്നത്. അതിന് ഈ അച്ഛന് പകരം കൊടുക്കേണ്ടി വന്നത് എന്താണെന്നറിയണ്ടേ നിനക്ക്? കഴിഞ്ഞ 26 കൊല്ലങ്ങളായിട്ട് ഞാൻ സമ്പാദിച്ച എന്റെ വിശ്വാസം. വലിയ കുഞ്ഞ് അവളുടെ കൈയും പിടിച്ച് തൃച്ചംബരത്തെ കയറി വന്നപ്പോ എന്റെ അഖില മേഡത്തിന്റെ കണ്ണുകളിൽ നിന്ന് ചോര പടിയത് ഞാൻ കണ്ടു. നശിച്ചവളാ നമ്മളെ മോള്. അവള് തലയെടുത്തപ്പോ നീ പോയില്ലേ? നീ എന്താ സുധ ഇങ്ങനെ നോക്കണേ? ശരി തന്നെയാ. എനിക്കും ഉണ്ടായിരുന്നു മോഹങ്ങൾ. എന്റെ മോളെ നിറമനസ്സോടെ അവളുടെ അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് കൈപിടിച്ചു കൊടുക്കണമെന്ന്. പക്ഷെ ഇപ്പോ മനസ്സൊരുക്കി ശപിച്ചു പോകരുതേ എന്നുള്ള പ്രാർത്ഥനയില്ല. പറയ് സുധേ, ഞാൻ ആരുടെ പക്ഷത്ത് നിൽക്കണം? എന്റെ പ്രാണനായി വളർത്തിയ മകളുടെയോ അതോ ഇത്രയും നാൾ അന്നം തന്ന അഖില മേഡത്തിന്റെയോ? എനിക്കറിയില്ല സുധേ. ഇനി മേഡത്തിന്റെ മുമ്പിൽ നമ്മുടെ മോൾ എന്നും ഒരു ശത്രുവായിരിക്കും. ഒരമ്മയുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും അല്ലേ നമ്മുടെ മോള് തകർത്ത് കളഞ്ഞത്.